വിവരമില്ലാതിരിക്കുക എന്നത് ഒരു അപകടമല്ല. അവരെ ഉപദേശിച്ചാലും പഠിപ്പിച്ചു കൊടുത്താലും നന്നാക്കിയെടുക്കാവുന്ന സംഗതിയാണ്. എന്നാൽ വിവരമില്ല എന്ന വിവരം പോലും ഇല്ലാതിരിക്കുകയും വിവേകം ഇച്ചിരി കുറവാവുകയും ചെയ്താൽ അവനെപ്പോലെ ഒരു മഹാവിഡ്ഢിയും അപകടകാരിയും സമുദായത്തിൽ വേറെയില്ല. ഇത്തരത്തിലുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് റഫീഖ് മൗലവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് മൗലവി. അയാളിപ്പോ മഹാനായ കാന്തപുരം ഉസ്താദിന് സക്കാത്തിന്റെ വിതരണ മസല പഠിപ്പിക്കാൻ വേണ്ടി ഇമാമിങ്ങളെ കിതാബുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ചങ്ങാതിയുടെ വിവരക്കേടുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കാന്തപുരത്തിന്റെ പുതിയ ഫത്വ നിങ്ങൾ കേട്ടുവല്ലോ. പൊന്നാര ചങ്ങാതി, അത് പുതിയ ഫത്വയല്ല. ഈ സക്കാത്ത് കമ്മിറ്റി എന്ന ഏടാകൂടം ഈ നാട്ടിൽ രൂപപ്പെട്ടതു മുതൽ കാന്തപുരം ഉസ്താദും ഉസ്താദിന്റെ മുമ്പുള്ളവരും പിന്നീടുള്ളവരും ഒക്കെ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പുതിയതല്ല, പഴയതാണ്. സംഘടിതമായി സക്കാത്ത് നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരം തട്ടിവിട്ടിട്ടുള്ളത്. അത് തട്ടിവിട്ടതല്ല, തന്റെ ഇടത്തോടെ പഠിച്ച മതം കൃത്യമായി സമുദായത്തെ പറഞ്ഞു കൊടുത്തതാണ്. മാത്രമല്ല അദ്ദേഹം പറയാണ്, സക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവികരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറയാം. വാളെടുത്ത് വെളിച്ചപ്പാടാകാതെ പൗരാണിക പണ്ഡിതൻ എന്താണോ പറഞ്ഞു വെച്ചത് അത് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരൊക്കെ ചെയ്യാറുള്ളത്. ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ പോലുള്ള ഏതെങ്കിലും ഈനാമ്പേച്ചികൾ യൂട്യൂബിൽ കയറി എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് സമൂഹത്തിൽ എന്ത് ഏശാന ചങ്ങാതി, അതിനെന്ത് വിവാദം ഉണ്ടാകാനാ സമൂഹത്തിൽ? ഇനി മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താണെന്നും അതിന് മൗലവിയുടെ ഡയലോഗ് എന്താണെന്നും നമുക്ക് നോക്കാം. എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കാം. സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. സംഘടിത സക്കാത്ത് എന്ന പേരിൽ സമുദായത്തിലെ സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിലെത്തേണ്ട സക്കാത്തിന്റെ ഇടനിലക്കാരായി വരുന്ന സംഘങ്ങൾ അത് ദുരുപയോഗം ചെയ്യുകയും മതവിരുദ്ധമായ വഴികളിൽ അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല അപകടത്തെക്കുറിച്ചാണ് ഉസ്താദ് സൂചിപ്പിച്ചത്. അതിൽ ഈ ചങ്ങാതിക്ക് വല്ല സംശയമുണ്ടോ? പാവപ്പെട്ടവന്റെ സമ്പത്തായ സമ്പന്നരിൽ നിന്നുള്ള സക്കാത്ത് ഉപയോഗിച്ച് ഇവിടെ മാധ്യമം പത്രം നടത്തിപ്പോരുന്നുണ്ട്. മഹാനായ മൂസ അലൈഹി ഇസ്ലാമിന്റെ മൊഴിസത്ത് വടിയോട് മാധ്യമം പത്രത്തെ ഉപമിച്ച് അതിന് മാധ്യമ ജിഹാദ് എന്ന് പേരിട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി മാധ്യമപത്രവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന കഥ ഖാലിദ് മൂസ നദ്വി എന്ന് പറയുന്ന സീദാവൂദിന്റെ സഹോദരൻ പച്ചമലയാളത്തിലെ മലയാളികളോട് പങ്കുവെച്ചത്. മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തബറുആത്തുകൾ, വഖഫുകൾ, സദഖകൾ, സകാത്തുകൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ്. സാധാരണ ദിനപത്രം നിലവിൽ വരുന്നതുപോലെ നിലവിൽ വന്നതല്ല. മൗദൂദികളുടെ മാധ്യമം ദിനപത്രം കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെ പോലെ അല്ല. അതിന് മതകീയമായ മാനങ്ങളും സക്കാത്തിന്റെ ഫണ്ടുകളും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഇതിനേക്കാളും വലിയ അപകടം ഏതാ മൗലവി? ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ KC അബ്ദുള്ള മൗലവിയെയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി മുഅ്ജിസത്തിനോട്, മൂസാ നബിയുടെ വടിയോട് അതിനെ ഉപമിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വീണ്ടും 10 കോടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ മുഅ്ജിസത്തിന്റെയും മൂസാ നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിന്റെയും വഖഫിന്റെയും സദഖ ജാരിയയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക. അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലി. വഖഫും സക്കാത്തും ഉൾപ്പെടെയുള്ള മതത്തിന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളെ വൈകാരികമായി സമുദായത്തിലേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടാണ് തങ്ങളുടേതായ സംഘടനാ പ്രവർത്തനങ്ങൾക്കും പാഷാണ പരിപാടികൾക്കും മൗദൂദികൾ അവരുടെ പണം സമ്പാദിക്കുന്നത്. ഇത് അപകടമല്ലേ? ഇനി വഹാബികളുടെ സക്കാത്തിന്റെ രീതി എങ്ങനെയാണ്? സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ വഹാബികൾ പാവപ്പെട്ടവർക്ക് നൽകേണ്ട പണം സമ്പന്നരിൽ നിന്ന് സ്വീകരിച്ച് അല്പസ്വല്പം നക്കാപ്പീച്ചകൾ തങ്ങളുടേതായ ആശ്രിത വത്സരുടെ കയ്യിലേൽപ്പിച്ച് ബാക്കി കൊണ്ടുപോയി ബാങ്കിലിടുകയാണ്. ഇത് വഹാബികളുടെ ഒരു സക്കാത്ത് കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കാണ്. KNM കാരാപറമ്പ് സക്കാത്ത് കമ്മിറ്റിയുടെ കണക്കാണ്. ഒരു വർഷത്തെ സക്കാത്ത് മുതലാളിമാരിൽ നിന്ന് സ്വീകരിച്ച് അല്പസ്വല്പൊക്കെ അവിടെയും ഇവിടെയും കൊടുത്ത് ബാക്കി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന് 900 ചില്ലാനം രൂപ പലിശ വാങ്ങിയതാണ് ഈ വരവ് ചെലവ് കണക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട് എന്ന് AP ഉസ്താദ് പറയുകയും മാത്രമല്ല പൗരാണിക പണ്ഡിതന്മാർ പഠിപ്പിച്ച സക്കാത്ത് നൽകാനുള്ള രീതിശാസ്ത്രങ്ങളിൽ സക്കാത്ത് കമ്മിറ്റി ഇല്ല എന്ന് കാന്തപുരം ഉസ്താദ് പഠിപ്പിക്കുന്നുമുണ്ട്. അതിനൊക്കെയാണ് കുതിര കയറാൻ ഈ ഒതള മൗലവി രംഗത്ത് വന്നിരിക്കുന്നത്. ആ നിലയിലുള്ള ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും
സക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? കേട്ടു പൊന്നാര ചങ്ങാതി. എന്താ താൻ കേട്ടത്? പച്ച മലയാളത്തില് അത് പുതുതായി പറയുന്നതല്ല, ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാ. ഈ പച്ച മലയാളത്തിലെ ക്ലിപ്പ് കേട്ടിട്ട് എങ്ങനെയാണോ താൻ തന്റെ വീഡിയോയിൽ പുതിയ ഒരു കാര്യം കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന നിലക്ക് ഇത് അവതരിപ്പിച്ചത്? ഇയാള് പറയുന്നത് കേട്ടാൽ തോന്നും ഇയാളും ഇയാളുടെ അനുയായികളും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്, എല്ലാം പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ എന്നാ തോന്നുക. അത് തോന്നലല്ല ചങ്ങായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആലിമീങ്ങൾ പറയുന്ന തൗഹീദ് എന്നും തൗഹീദായി ഇവിടെ നിലനിൽക്കുന്നത്. ഞങ്ങൾ ആലിമീങ്ങൾ പറയുന്ന ഷിർക്ക് എക്കാലത്തും ഷിർക്കായി വരുന്നത്. ഞങ്ങളുടെ ആലിമീങ്ങൾ ഈ കേരളത്തിൽ ഇസ്ലാം എത്തിയ 1-ാം തീയതി മുതൽ പഠിപ്പിച്ചു പോയ അള്ളാഹു അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നത്. വഹാബികളുടെ പാഷാണങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഓരോ വർഷവും കലണ്ടർ മാറ്റുന്നത് പോലെയുള്ള പലകോല ദൈവങ്ങള് ഇവിടെയുള്ള സുന്നത്തിയമായത്തിന്റെ വിശ്വാസികളിൽ ഇല്ലാതെ പോയത് അതുകൊണ്ടാണ്. ഇതിലും വലിയ കോമഡി വേറെന്താ ഉള്ളത്? താൻ അങ്ങനെയുള്ള കോമഡിയാണ് മതമായി ഇത്രയും കാലം കേട്ടിട്ടുള്ളത്. ഒരു കാലത്തെ ഷിർക്കായ കണ്ണേറ് പിന്നെ തൗഹീദാവുക, ഒരു കാലത്തെ ഷിർക്കായ സിഹിർ പിന്നെ തൗഹീദാവുക, ഒരു കാലത്ത് അവയവമില്ലാത്ത പടച്ചോൻ പിന്നെ അവയവങ്ങൾ ഫിറ്റ് ചെയ്തതാവുക. ഇജാതി കോമഡിയെ മതമായി തിന്നുന്ന തനിക്കൊക്കെ മറ്റുള്ളവർ പറയുന്നതും അങ്ങനെയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇനി മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട്, പൗരാണിക പണ്ഡിതന്മാര് പഠിപ്പിച്ച രീതി സക്കാത്ത് വ്യവസ്ഥിതിയല്ല എന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. സക്കാത്ത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിന്റെ വിനിയോഗം, എപ്പോഴാണ്, ആരൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതെ, 3 രീതിയിലാണ് സക്കാത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് നൽകാനുള്ള രീതിയായി പഠിപ്പിച്ചത്. 1, ഒരു വ്യക്തി തന്റെ സക്കാത്ത് താനായി തന്നെ നൽകുക. 2, വിശ്വസ്തനായ ഒരു വ്യക്തിയെ അത് ചുമതലപ്പെടുത്തി വക്കാലത്താക്കുക. 3, ഇസ്ലാമിക അമീറിനെ ആ കാര്യം ചുമതലപ്പെടുത്തുക. ഈ 3 രീതിയിലല്ലാതെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനും സക്കാത്ത് നൽകുന്നതിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ റഫീഖ് മൗലവിയുടെ മാതാപിതാക്കൾ അടക്കം വഹാബി ക്യാമ്പിലെ ആണും പെണ്ണും ഇനി ഒരു ആയുഷ്കാലം പരിശ്രമിച്ചാലും അതിന് പറ്റിയ ഒരാണിനെ ജന്മം നൽകാൻ വഹാബി തറവാട്ടിൽ ഒരുത്തനും സാധിക്കുകയുമില്ല. പരിശോധിക്കാം. നീ ഒന്ന് പരിശോധിക്ക്. എന്നിട്ട് ഈ തലകുത്തി മറിഞ്ഞിട്ട് എന്ത് ചുക്കും ചുണ്ണാമ്പോ കൊണ്ടുവരുന്നതെന്നൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഏതാണെങ്കിലും കിതാബിലുള്ളത് ജനങ്ങളോട് പറയൂല. നിങ്ങൾക്ക് പറ്റാത്തതിനെ നിങ്ങൾ എതിർക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും. അതാണല്ലോ നിങ്ങളുടെ ദീന്. എന്ത് തൊലിക്കട്ടിയാണോ ചങ്ങാതി ഇത്? മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ലഹബിന് നരകത്തിൽ പ്രത്യേക ആനുകൂല്യമുണ്ട് എന്ന് പഠിപ്പിച്ചത് ഞങ്ങൾ പറയുമ്പോൾ ജൂദായിസവും അത് പഠിപ്പിച്ച ഇമാം ബുഖാരിക്ക് തെർലിയത്ത് ചെല്ലുകയും ചെയ്യുന്ന താനാണോ ഇതൊക്കെ പറയുന്നത്? മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തങ്ങ് പോയി ഇസ്തിഗാസയും തവസ്സുലും ചെയ്യാൻ പഠിപ്പിച്ചത് ഞങ്ങൾ പറയുമ്പോൾ ശിർക്കാവുകയും അവർ പഠിപ്പിച്ചിട്ടും അവരെ ഇമാമെന്ന് വിളിക്കുകയും ചെയ്യുന്ന നിന്റെയൊക്കെ ഈനാം വെച്ച് ഏർപ്പാടാണോ താൻ ഞങ്ങളെ പെരടിയിൽ വെച്ച് കെട്ടുന്നത്? ഉളുപ്പുവാണോ ഈ ജാതിയൊക്കെ മറ്റുള്ളവരിൽ പഴിചാരുമ്പോ? ഏതാണെങ്കിലും നിങ്ങൾ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. അതെ, ഞങ്ങൾ ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണ്. ഷാഫിഈ ഫിഖ്ഹുകളിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നിന്റെയൊക്കെ അഹങ്കാരവും അറിവുകളും ചങ്ങായി അപാരം തന്നെയാണ്. കാന്തപുരം ഉസ്താദ് കാണാത്തൊരു കർമ്മശാസ്ത്രം, കാന്തപുരം ഉസ്താദിന് പരിചയമില്ലാത്ത ഏത് ഇമാമിനെയാണോ നീ എഴുന്നള്ളിക്കാൻ പോണത്? ഒന്ന് പറ എന്റെ ജഹാലത്ത്. ശറഹുൽ മുഹദ്ദബാണ്. ഓ, എന്താ മൗലവിക്ക് കർമ്മശാസ്ത്ര കിതാബുകളെ കുറിച്ചൊക്കെ ഉള്ള അറിവ് അറിയങ്ങള്? ഷാഫിഈ മദ്ഹബുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവവി റഹ്മഹുല്ലയുടെ ശറഹുൽ മുഹദ്ദബ്. ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ്. ഇതാ നിങ്ങൾ ശരിക്കും നോക്കൂ. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല, അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ല പറയാണ് എങ്ങനെയൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അത് എങ്ങനെ വിതരണം ചെയ്യാം. യജൂസു ലിറബ്ബിൽ മാലി അൻ യുഫർരിഖ സക്കാത്തൽ അംവാലിൽ ബാത്തിന ബിനഫ്സിഹി, അതായത് സക്കാത്ത് നൽകുന്നവൻ, സക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം. എങ്ങനെ? ബിനഫ്സിഹി, അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. ഒന്നാമത്തെ സംഗതി. ഇനി ഈ പടുജാഹില് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വരി കൂടി വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ രീതിയായി മഹാന്മാര് പറയാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ അത് വക്കാലത്താക്കുകയും ചെയ്യാം. അവിടെ വക്കാലത്തിന്റെ രീതിയാണ് പറയുന്നത്. ആ വക്കാലത്താക്കുമ്പോൾ വക്കാലത്താക്കപ്പെടുന്ന ആൾക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് ഈ പണ്ഡിതന്മാരൊക്കെ തന്നെ വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാത്ത ഈ പടുജാഹില് ആ സക്കാത്ത് വക്കാലത്ത്
വക്കാലത്താക്കുന്ന ഇബാറത്ത് പിടിച്ചിട്ട് അതിലേക്ക് സംവിധാനം എന്ന ഓമന പേരിട്ട് കമ്മിറ്റിയെ തിരികെ കയറ്റാണ് ഓന്റെ പോക്കറ്റിൽ നിന്ന്. രണ്ടാമതായി പറയുന്നു വയജൂസു അൻ യുവക്കില മൻ യുഫരിഖ്. വയജൂസു അയാൾക്ക് അനുവദനീയമാണ് അൻ യുവക്കില അത് ഏൽപ്പിക്കാം മൻ യുഫരിഖ് ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ എന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയമാണ്. പടുജായിലായ മൗലവി വയജൂസു അൻ യുവക്കില മൻ യുഫരിഖു എന്ന് പറഞ്ഞെടുത്ത് സംവിധാനവും കമ്മിറ്റിയും ഏതിന്റെ അർത്ഥാടോ? വക്കാലത്താക്കാൻ ഒരു വ്യക്തിയെ ഏൽപ്പിക്കാമെന്ന ഇമാമുമാർ പഠിപ്പിച്ച സക്കാത്ത് വിതരണത്തിന്റെ രണ്ടാമത്തെ രീതിയിലേക്ക് നിന്റെ പോക്കറ്റിൽ നിന്ന് നീ കമ്മിറ്റി എടുത്ത് തിരികിയതല്ലടോ. അപ്പൊ നമ്മുടെ സക്കാത്ത് ഇപ്പൊ ഞാൻ സക്കാത്ത് നൽകണം, സക്കാത്ത് നൽകാൻ എനിക്ക് ബാധ്യത ഉണ്ട്. അപ്പൊ എന്റെ സക്കാത്ത് എനിക്ക് നേരിട്ട് നൽകാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ആ സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ഒരാളെയോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളെയോ അത് ഏൽപ്പിക്കുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. തന്റെ സക്കാത്ത് വിശ്വസ്തനായ ഒരു വ്യക്തിയെ പാവപ്പെട്ടവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കാലത്താക്കൽ അനുവദനീയമാണ്. അങ്ങനെ വെക്കതിന്റെ അർത്ഥം കാന്തപുരസ്തവം കണ്ണിന്റെ അപ്പുറത്ത് എന്റെ വക ഒരു അർത്ഥം. ഇനി മൂന്നാമതായി പറയുന്നു ഇമാമി. നീ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ള നാടാണെങ്കിൽ ആ സക്കാത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കാം, ഭരണാധികാരിക്ക് നൽകാം. ലിഅന്നഹു നായിബുൻ അനിൽ ഫുഖറാഇ. കാരണം ദരിദ്രരുടെ പകരക്കാരനാണ് ആര്? ആ ഭരണാധികാരി. ഫജാസ ദഫ്ഉ ഇലൈഹി കവലിയിൽ യതീമി. യതീമിനെ സംരക്ഷിക്കുന്നവനെ പോലെ ഈ ഭരണാധികാരിക്ക് ആ സക്കാത്ത് നമുക്ക് ഏൽപ്പിക്കാം, അയാൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്താണ് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നത്? 3 രൂപത്തിൽ സക്കാത്ത് നൽകുന്ന രീതിയെ കുറിച്ച് പറയാണ്. ഒന്നാമതായി പറയുന്നത് സമ്പന്നന് അത് നേരിട്ട് നൽകാം. രണ്ടാമതായി പറയുന്നു അത് ആരെയെങ്കിലും ഏൽപ്പിക്കാം, അത് അവകാശികൾക്ക് കൊടുത്തുവിട്ടാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ തൗക്കീൽ ചെയ്യാം, ഏൽപ്പിക്കാം. ഭരണാധികാരിക്കും അത് നൽകി ഭരണാധികാരിയെ അത് ഏൽപ്പിക്കുന്നതിനും വിരോധമില്ല. ഇതൊക്കെ ജായിസാണ്. ഉളുപ്പുണ്ടെങ്കിൽ കമ്മിറ്റി സംവിധാനം എന്നതൊക്കെ നീ വായിച്ച ഇബാറത്തിലെ ഏത് വാക്കിന്റെ അർത്ഥാണെന്നൊന്ന് യൂട്യൂബിൽ കയറി പറടോ തന്റെ ഉണ്ടെങ്കിൽ. ഇനി മറ്റൊരു കിതാബും കൂടി മൗലവി താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇനിയും കേട്ടോ, നിങ്ങൾ ഈ കാണുന്നത് ഹാഷിയത്തുൽ ജമലാണ്. ഷാഫി മദ്ഹബുകാർക്ക് പരിചയമാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ കിതാബാണ്, സക്കരിയ അൽ അൻസാരിയുടെ കിതാബിനുള്ള ഹാഷിയത്താണ്. അതിൽ പറയുന്നു വലഹു വലൗ ബിവക്കീലിഹി അദാഉഹ. അതായത് ഈ സക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ്. ഒരാളെ എന്ത് ചെയ്യാൻ? നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ ജമലിന്റെ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്ക് കാണൂ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ് ഐ വലഹു മഅൽ അദാഇ ബിനഫ്സിഹി ഫിൽ മാലൈനി അത്തൗക്കീലു ഫീഹി. സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ സക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടതാണ്. ഏതാണോ ഈ സംവിധാനത്തിന്റെ അർത്ഥം? കമ്മിറ്റി എന്ന് പറയാൻ തന്റെ ഇടല്ല. അപ്പൊ ഓന്റെ വക ഒറ്റിക്കൂട്ടി ഒരു സംവിധാനം തിരികെ വെച്ചേക്കാണ്. പറഞ്ഞ ആരാണെങ്കിലും അവരെ സക്കാത്ത് എന്റെ സക്കാത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്തോ കൊടുക്കാൻ വേണ്ടി ഇന്ന ആൾക്ക് കൊടുക്കണം നിർണയിച്ചു കൊടുത്ത് അതൊന്ന് വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല, അത് ജായിസാണ് എന്ന് ഹാഷിയത്തുൽ ജമലിൽ സുലൈമാനുൽ ജമൽ രേഖപ്പെടുത്തി വെച്ചതാണ് നിങ്ങളെ ഞാനിപ്പോ കേൾപ്പിച്ചത്. ആലോചിച്ച് നോക്ക്, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു? പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഈ വായിക്കുന്നത്. എവിടെയാണ് ചെങ്ങ ഇവിടെ പണ്ഡിതന്മാര് പറഞ്ഞതുള്ളത്? എന്താ ഇതിൽ ആലോചിക്കാനുള്ളത്? ഒരു വിശ്വാസിയുടെ സക്കാത്ത് തന്റേത് താൻ തന്നെ കൊടുക്കുകയോ വിശ്വസ്തനായ മറ്റൊരാളെ വക്കാലത്താക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക അമീറിന്റെ കയ്യിലേൽപ്പിക്കുകയോ ചെയ്യാമെന്ന കാര്യത്തിൽ ആർക്കാ അവിടെ തർക്കമുള്ളത്? അതിനെതിരെയാണോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരുന്ന സക്കാത്ത് കമ്മിറ്റി എന്ന കുത്തിത്തിരിപ്പ് സമുദായത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്യാനും ബാങ്ക് പലിശ വാങ്ങാനും ഉണ്ടാക്കിയെടുത്ത ഏർപ്പാട്? അതിനെവിടെയോ ഇബാറത്ത്? അതല്ലേ കാന്തപുരം ഉസ്താദിന് മറുപടി ഇട്ട് വരുമ്പോൾ നീ കൊണ്ടുവരേണ്ടത്? എന്നാൽ വക്കാലത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്ലാമിലുണ്ട്. അത് സക്കാത്തിന് മാത്രമല്ല നിക്കാഹിനുണ്ട്, പല കാര്യങ്ങൾക്കും ഉണ്ട്. അതിനർത്ഥം നീ നിന്റെ മകളെ കെട്ടിക്കാന് ഒരു 10 ആളെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ നിക്കാഹ് വക്കാലത്ത് ഏൽപ്പിക്കല ചങ്ങാതി. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് വക്കാലത്താക്കുമ്പോൾ ആ വക്കാലത്താക്കപ്പെടുന്നവന്റെ യോഗ്യതകളും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ മഹാനായ പണ്ഡിതൻ വിശദീകരിക്കുകയാണ് ആരെയാണ് വക്കാലത്താക്കേണ്ടത്, ആ വക്കീൽ ആരായിരിക്കണമെന്ന്. വശർത്തുൽ വക്കീലി തഈനുഹു. വക്കീലിന്റെ നിബന്ധന ആ വക്കീൽ നിർണയിക്കപ്പെട്ട ആളാകണമെന്നാണ്. ഒരു കൂട്ടമോ ഒരു കമ്മിറ്റിയോ ആയിക്കൂടാന്നാ ചങ്ങാതിയാ പറയുന്നത്. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞ വക്കീലിന്റെ യോഗ്യതയാണ് മഹാനവറുകൾ ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടി തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ്
യബ്തുലു വക്കൽതു അഹദകുമാ, നിങ്ങളിൽ നിന്ന് രണ്ടിൽ ഒരാളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ പോലും ആ വക്കാലത്ത് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? അവിടെ വക്കീൽ ആരാണ് എന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തെ കമ്മിറ്റി എന്നോ സംവിധാനമെന്നോ പേര് വെച്ചുകൊണ്ട് ആ വക്കാലത്ത് ഏൽപ്പിക്കാൻ പാടില്ല, നിക്കാഹ് ഏൽപ്പിക്കാൻ പാടില്ല, ഒരു ചുക്കും അത്തരം വിഷയങ്ങളിൽ വരുന്നത് ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. നീ കാന്തപുരം ഉസ്താദിന് കർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ പേര്, അതിനൊന്നും നിന്നെ പോലെയുള്ള 1000 വഹാബി പുരോഹിതന്മാര് വേഷം കെട്ടി യൂട്യൂബിൽ വന്നാലും ഈ ജന്മത്തിൽ സാധിക്കൂല മൗലവി. നീയൊക്കെ നിന്റെ പണി അറിയുന്നത് തൽക്കാലം എടുത്ത് ജീവിക്കാൻ നോക്കും.